ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ഓണമായിട്ട് നിന്ന് തിരിയാൻ സമയം ഉണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് ലോങ് വീഡിയോസ് ഒന്നും തീരെ ഇട്ടിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ലോഗ് ആണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ പൊന്മുടിക്കാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് പൊന്മുടി വരെ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. എന്നാലും ഈ ഒരു ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വീലർ ബൈക്കിലാണ് കേട്ടോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതൊരു സ്പെഷ്യാലിറ്റി. പിന്നെന്താ വെച്ചാൽ വാമിക്കുട്ടിയായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 വീലറിലൊരു ട്രിപ്പ് പോകുന്നത്. സാധാരണ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് കാർ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, മോള് കുഞ്ഞായിരുന്നത് കൊണ്ട്. പക്ഷെ ഇപ്പൊ മോക്കും കൂടെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ബൈക്ക് ചൂസ് ചെയ്തത്. പിന്നെ എല്ലാ സേഫ്റ്റി നോക്കി തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ത്രൂ ഔട്ട് അങ്ങനെ 2 hours വണ്ടി ഓടിച്ചൊന്നും പോകുന്നില്ല. മോളും കൂടെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. വാമിക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. വളരെ പതുക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മോക്ക് എപ്പോഴാണോ മടുക്കുന്നത് അപ്പം നിർത്തി ഒരു ബ്രേക്ക് എടുത്ത് അങ്ങനെ വളരെ പതുക്കെ പതുക്കെ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പൊന്മുടി പോകുന്ന റൂട്ട് ഒന്ന് മാറ്റി പിടിച്ച് അധികം തിരക്കൊന്നും ഇല്ലാത്ത കുറച്ച് ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ളൊരു റൂട്ടാണ് കേട്ടോ നമ്മൾ ഈ തവണ ചൂസ് ചെയ്തിരിക്കുന്നത്. വാമിക്കുട്ടിയും കൊണ്ട് പോകുമ്പോൾ കുറച്ചും കൂടെ സേഫ് അതാണെന്ന് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു റൂട്ട് ഈ തവണ പിടിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് സ്റ്റാൾ കണ്ടു കേട്ടോ, അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 2 ബ്രേക്ക് എടുത്തു കേട്ടോ. ആദ്യം ഒരു സ്ഥലത്ത് നമ്മൾ ബൈക്ക് നിർത്തി കുറച്ചു നേരം ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വാമിക്കുട്ടിക്ക് ഫ്രണ്ടിൽ നിന്ന് എന്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു ജ്യൂസ് സ്റ്റാളിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ഒരു ചെറിയ ദൂരം ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ഇത്രയും ബ്രേക്ക് എടുക്കേണ്ട കാര്യം എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ, അതായത് ഞാനും ഹസ്ബൻഡും മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഓടിച്ചെന്ന് അങ്ങനെ പോവുക ചെയ്യാം. പക്ഷെ ഇതിപ്പോ മോളും കൂടെ ഉണ്ടായതുകൊണ്ട് അവളെ കംഫർട്ടബിൾ ആക്കി ഇരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് വളരെ പതുക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഗോൾഡൻ വാലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്കൊക്കെ പോകാനുള്ള ആ ഒരു ഹെയർ പിൻ ഒക്കെ ഇല്ലേ, അത് കയറുന്നതിന് കുറച്ചും കൂടെ മുമ്പായിട്ടാണ് ഈ ഒരു ഗോൾഡൻ വാലി വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ചെറിയൊരു വാട്ടർഫാൾ ആണ് കേട്ടോ ഉള്ളത്. ഇതിനും കുറച്ച് മുമ്പായിട്ടാണ് മീൻമുട്ടി വാട്ടർഫാൾ വരുന്നത്. നമ്മൾ ഇത്തവണ അങ്ങോട്ടേക്ക് പോയില്ല. ഈ ഗോൾഡൻ വാലിയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ വാമിക്കുട്ടിക്ക് ഇറങ്ങാനും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ വാലി വാട്ടർഫാൾ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്തവണ ഇവിടം ചൂസ് ചെയ്തത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല കാമാണ്. കാരണം ചുറ്റും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി അങ്ങ് താഴെ ചെല്ലുമ്പോഴാണ് കേട്ടോ വാട്ടർഫാൾ ഉള്ളത്. ഇപ്പൊ വാട്ടർഫാളിൽ ഇറങ്ങാനായിട്ട് തന്നെ ഇപ്പൊ എന്താ വേണമെങ്കിൽ ജെന്റ്സിനാണെങ്കിലും അനക്കെ വുമൻസിനാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്ത് നമ്മളൊന്ന് ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നമ്മൾ ഇനി നേരെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകണം. ഞാനും ഇത്തവണ ഇറങ്ങുന്നുണ്ട് വാട്ടർഫാളിലേക്ക്. ഇവർക്ക് അച്ഛനും മോക്കും പണ്ടേ വെള്ളം കണ്ട പ്രാന്താണ്. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു ക്രേസ് ഇല്ല. എന്നാലും ഇത്തവണ അവർക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാനും കൂടെ ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് നേരെ വാട്ടർഫാളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല വഴുക്കലുണ്ട്, കാണുന്ന പോലല്ല. നോക്കി നടന്നില്ലെങ്കിൽ പല്ലിനും ഇതിലൊക്കെ നല്ല കേട് പറ്റും. അതുകൊണ്ട് തറയെ നോക്കി തന്നെ നടക്കുകയാണ് കേട്ടോ. ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ, ഞാൻ നോക്കുന്ന പോലും ഇല്ല ആ ഭാഗത്തേക്ക്. തറയെ തന്നെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. നല്ല വഴുക്കലുണ്ട്. സൈഡിലുള്ള കുറച്ച് കല്ല് മാത്രം വലിയ കുഴപ്പമില്ല, എന്നാലും ബാക്കി കല്ലെല്ലാം നല്ല വഴുക്കലുണ്ട്. വാമിക്കുട്ടി പോകുന്ന വഴിക്ക് തന്നെ ഒരു കല്ലുമേ കയറിയിട്ട് ആസനസ്ഥയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്താ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ആടാൻ നല്ല രസമായിരിക്കും അല്ലേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. എന്താ ഭംഗിയല്ലേ, നല്ല അടിപൊളി സ്ഥലം. കാട്ട് നല്ല പക്ഷികളുടെ ഒക്കെ സൗണ്ടും നല്ല അടിപൊളി വൈബുള്ള ഒരു ഏരിയ ആണ് ഗൈസ്. എന്താ പറയാ, നല്ല കാമായിട്ട് ആ വെള്ളം ഒഴുകുന്നതിന്റെ ഒക്കെ ഒരു സൗണ്ടും നല്ല ഭംഗിയുള്ള നല്ല സമാധാനമുള്ള സ്ഥലമാണ്. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെയാണ് നമ്മുടെ ആന്റി ഗൈഡ് ആന്റി നമ്മുടെയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഒന്നും വരില്ല കേട്ടോ. വരുന്ന സമയം നമ്മുടെയൊക്കെ പറയും. അപ്പൊ അവരങ്ങോട്ട് ആളെ ഒന്നും വിടില്ല. പിന്നെ ഞാൻ ഇറങ്ങാതെ വെള്ളത്തിൽ കാല് കുത്തില്ല എന്നും പറഞ്ഞ് ഒരാളോട് നിൽപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം.